ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയും മീരേനെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നിട്ടുണ്ട്, ഇവർ വരും, ആ ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നത്. അപ്പം പെട്ടെന്ന് മീര വന്നു, ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ. അപ്പം മീര ചോദിക്കുകയാണ്, അല്ല, എത്ര നാൾ ശ്രുതി നീ ഇങ്ങനെ ഫോണിലൂടെ പാർലർ നടത്തിക്കൊണ്ട് പോകും? എത്ര നാൾ നിന്നെ കൊണ്ട് അതിന് പറ്റും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയിലൊന്നും അല്ല മീരെ ഞാന്. എന്റെ അവസ്ഥ നിനക്കറിയാലോ, ഞാനിപ്പോ ഇങ്ങനെയാണ്. എനിക്കിപ്പം പോയി ജോലി ചെയ്യാനോ മനസമാധാനത്തോടു കൂടി ഒരു ക്ലയന്റിനെ കണ്ട് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ. അല്ലെ, എത്ര നാൾ വരെ നീ ഇങ്ങനെ ഈ ബ്യൂട്ടി പാർലർ മുന്നോട്ടേക്ക് കൊണ്ടുപോകും? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതെയല്ലേ പോകുന്നത്, ഇപ്പം തട്ടുമുട്ടൊന്നും ഇല്ലാതെ പോകുന്നുണ്ടല്ലോ. അതുപോലെ എത്ര നാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര നാൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ, നിന്നോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എടി, ഈ ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ട് എത്ര നാൾ നീ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാ? ഈ ബിസിനസ്സും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതമാർഗം അല്ലേ ഇല്ലാതാവുന്നത്. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ കയറി പറ്റണം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജീവിതം അറിയാലോ മീരെ. അത് കൈവിട്ടു പോകാതെ എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ ദേ പാതി കൈവിട്ടു പോയില്ലേ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പം എനിക്കത് തിരിച്ചു പിടിക്കണം. ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് അറിയോ നിനക്ക് എന്ന് മീര ചോദിക്കുകയാണെ നമ്മുടെ ശ്രുതിയോടെ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ അറിയില്ല. ഇന്നേ നിന്റെ അമ്മായിയമ്മയുടെ ബർത്ത്ഡേയാ, അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഓ, അവരുടെ ബർത്ത്ഡേ ഓർത്ത് വെക്കാൻ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്റെ പൊന്നു മീരെ. അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞു? സുധി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ കണ്ടത്. ഏ, പോസ്റ്റോ? അത് അതെപ്പോ ഇട്ടു? ഇന്ന് രാത്രി എന്തോ പാർട്ടിയൊക്കെ ഉണ്ടെന്നാ മീര എന്നല്ല, ശ്രുതി പറയുന്നത്. നിനക്ക് കാണണോ? വേണ്ട വേണ്ട, എനിക്ക് കാണണ്ട. വെറുതെ വെറുതെ കണ്ടിട്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാനായിട്ട്. എടി നീ മാത്രമാടി എടി നീ മാത്രമാടി അവിടെ ഇന്ന് ഇല്ലാത്തത്. എല്ലാവരും അവിടെ ഇന്ന് വലിയ സന്തോഷത്തിലായിരിക്കും. വലിയ പാർട്ടിയാണെന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. മിക്കവാറും ഗംഭീരം പാർട്ടി തന്നെ നടത്തും. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രുതിയുടെ സമാധാനം പോയി. അപ്പൊ മീര പറഞ്ഞു, എടി നീ ഒന്ന് പോയി നോക്കുന്നോ? എന്തിന്? അവരുടെ അടി കൊണ്ടും മരിക്കാനോ? അവരെ എന്നെ ഒരു ദയവില്ലാതെയാ തല്ലിയത്. തിരിച്ച് അതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ചെയ്താല് പിന്നെ ആ വീട്ടിലേക്ക് എനിക്ക് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചും സഹിച്ചുമൊക്കെ നിൽക്കുന്നത്. അല്ല, നിന്റെ ആന്റിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യ് ശ്രുതി. അവര് മാത്രം വിചാരിച്ചാൽ മതി പഴയ നിന്റെ ജീവിതം തിരിച്ചു കിട്ടാനായിട്ട്. അപ്പൊ നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? റിസ്ക് ആണെങ്കിലും സാരമില്ല. എങ്ങനെയെങ്കിലും നീ ആ വീട്ടിൽ കയറി പറ്റാൻ നോക്ക്. നിനക്കിപ്പം ശ്രുതി ഇല്ലാതെ ജീവിക്കാനും പറ്റത്തില്ലെന്നല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നീ ഒന്ന് ചിന്തിക്ക്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി എന്തോ ഒന്നിങ്ങനെ ചിന്തിച്ചിട്ട്, അതെ മീരെ, എനിക്ക് ഇപ്പൊ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. സ്വർണം, പണം ഇവ രണ്ട് കണ്ടാലും ആന്റിയുടെ മനസ്സ് മാറും. കണ്ണ് മഞ്ഞളിക്കും. ഇന്ന് അവരുടെ ബർത്ത്ഡേ അല്ലേ? ഓർണമെന്റ്സ് വാങ്ങിയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? അവര് മിക്കവാറും അതിൽ വീണേക്കാം. ഐഡിയ ഒക്കെ നല്ലതാ, പക്ഷെ സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അതിന് മാത്രം ക്യാഷ് ഉണ്ടോ ഇപ്പം നിന്റെ കയ്യില്? അതിന് ആര് സ്വർണം മേടിച്ചു കൊടുക്കാൻ പോകുന്നു? ഗോൾഡിന്റെ ആഭരണം മേടിക്കാനേ വലിയ ക്യാഷ് വല്ലതും വേണോ? അപ്പൊ മുക്കുവണ്ടം മേടിച്ചു കൊടുക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? അതെ അതെ അതെ, സ്വർണത്തെ വെല്ലുന്ന നല്ല ഗോൾഡ് ആഭരണം. അല്ല, അയ്യോ, ഇതിപ്പോ സ്വർണ്ണമല്ലെന്നറിഞ്ഞാൽ അവര് നിന്നെ തല്ലിക്കൊല്ലില്ലേ? ഒരിക്കലും തിരിച്ചറിയില്ലടി. അതിനുള്ള ബുദ്ധിയൊന്നും ആ അമ്മയ്ക്കും മോനും ഇല്ല. എടി, അവരത് പണയം വെക്കാനോ വിൽക്കാനോ കൊണ്ടുപോയ തിരിച്ചറിയില്ലേ? ഇന്ന് രാത്രി ഫംഗ്ഷന് ഏതായാലും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ഈ ഗോൾഡ് ആഭരണം നൽകുന്നു. അവർ ഉറപ്പായിട്ടും ഈ ഗിഫ്റ്റ് മേടിക്കും. മനസ്സ് മാറി എന്നെ വീട്ടിലേക്ക് വിളിച്ചാല് ഞാൻ അത് ആരും കാണാതെ എവിടെയെങ്കിലും കളയും. എന്നിട്ട് ഒരു ഡ്രാമ കളിച്ച് കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരങ്ങ് വിശ്വസിച്ചോളും. എടി, ഇത്രയൊക്കെ ആയിട്ടും കള്ളം പറയാനും കാണിക്കാനും ഒരു പേടിയില്ലേടി നിനക്ക്? നിന്നെ സമ്മതിച്ച് തരണം കേട്ടോ. അതെ, ഇതെന്റെ ജീവിത പ്രശ്നമാ, അതുകൊണ്ടാ. അല്ല, നീ ആഭരണം കൊടുത്താല് അവര് മേടിക്കുവോ? ഒരു ആഭരണത്തിലൊക്കെ വീഴുവോ? വാങ്ങിക്കുകയും ചെയ്യും വീഴുകയും ചെയ്യും എന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. അവരുടെ സ്വഭാവം അങ്ങനെയാ. ഗിഫ്റ്റ് നൽകാനായിട്ട് നീ വിളിക്കാത്ത ഫംഗ്ഷന് പോയാൽ അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും.
അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായി ഞാനല്ല പോകുന്നത്, പിന്നെ ആരാ പോകുന്നത്? ഉം, നീയ് നീയാ പോകുന്നത്. നിന്നെ നിന്നെ ഞാൻ പറഞ്ഞു വിടാം. ഞാനോ? അയ്യോ, എന്തിനാടി എന്തിനാടി ശ്രുതി വെറുതെ എന്നെ ഇതിനകത്ത് പിടിച്ചിടുന്നത്? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്നെ കൊണ്ടേ പറ്റൂ, നിന്നെ കൊണ്ട് പറ്റും. നീ അവിടെ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഞാൻ തന്ന് വിട്ടതാണെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ആന്റിക്ക് കൊടുക്കുന്നു. എടി, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കാതെടി. നിന്നെ അവരൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. നിന്നോട് അവർക്ക് ഒരു ദേഷ്യവും ഇല്ലല്ലോ, പിന്നെ എന്താടി പ്രശ്നം? നീ ധൈര്യമായിട്ട് ഞാൻ തരുന്ന ഗിഫ്റ്റുമായിട്ട് പോ. അത് ഏൽപ്പിച്ചിട്ട് നീ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. എന്നാലും എന്നാലും അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവാ. എടി, ഇതൊക്കെ ഒരു സഹായമല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്ക് നീ. അവിടെ ചെന്ന് നിന്നെ അവര് വെട്ടാനോ കുത്താനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്ലീസ് മീരെ, ഇത് എനിക്ക് വേണ്ടിയല്ലേ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ശരി, ഞാൻ പോകാം. താങ്ക് യു ഡി, താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ടടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീരനെ കെട്ടിപ്പിടിച്ച് ശ്രുതി ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി വീണ്ടും 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 കള്ളത്തരമെല്ലാം പടച്ചു വിട്ടോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെന്ന് അവസാനിക്കാൻ പോകുന്നത് ശ്രുതിയുടെ നാശത്തിന് തന്നെ ആയിരിക്കുമല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ചന്ദ്രോദയമാണ് കേട്ടോ. ചന്ദ്രോദയത്താണെങ്കിൽ ഡെക്കറേഷനും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ ഡെക്കറേഷൻ ചെയ്യുന്നത്? നമ്മുടെ രേവതിയും സച്ചിയും രവീന്ദ്രനും. ചന്ദ്രയാണെങ്കിൽ മാറി നിന്ന് ഇതെല്ലാം നോക്കി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ശ്രുതി എന്തോ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മീര വന്നിട്ട് ചോദിച്ചു, നീ എന്താ ഈ എഴുതുന്നത്? ലെറ്റർ. ലെറ്ററോ? ഇതാർക്കാ എഴുതുന്നത്? എന്റെ അമ്മായി അമ്മയ്ക്ക്, എന്റെ സ്വന്തം അമ്മായി അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റിനൊപ്പം വെക്കാനാ. ഇത് വായിക്കുമ്പം അവർ കരയും, അവരുടെ മനസ്സ് മാറുകയും ചെയ്യും, എന്നോട് സ്നേഹവും തോന്നും. അല്ല, എവിടെ നോക്കട്ടെ, ഇപ്പൊ ഞാൻ തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീര അത് വായിക്കാണ് കേട്ടോ. മീര അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ മീരയുടെ മനസ്സ് വരെ ഒന്ന് വേദനിച്ചു പോയി. അപ്പൊ മീര ഇത് വായിച്ചിട്ട് പറയാ, സമ്മതിച്ച് തന്നിരിക്കുന്നു ശ്രുതി, ഇതിൽ ഉറപ്പായിട്ടും അവര് വീഴാൻ ചാൻസ് ഉണ്ട്. മനസ്സ് മിക്കവാറും അലിഞ്ഞു പോകും. അവര് മിക്കവാറും ഇത് വായിച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോ, കരയട്ടെ, വായിച്ച് കരയണമല്ലോ, അതിനു വേണ്ടി തന്നെയാ. പിന്നെ ദേ ഈ നെക്ലേസ് ഇതാ ഞാൻ വെക്കാൻ പോകുന്നത്. കണ്ടാല് തനി സ്വർണം തന്നെയല്ലേ, ഒരു വ്യത്യാസവും ഇല്ലല്ലോ. അതെ അതെ അതെ, ഇത് കണ്ടിട്ടുണ്ട് സ്വർണം എന്നേ പറയത്തുള്ളൂ. ഇതിലെന്തായാലും എന്റെ അമ്മായിയമ്മ വീഴും, അത് ഉറപ്പാ എന്റെ പൊന്നു വീരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും തോന്നുന്നു ഈ ലെറ്ററിലും ഈ മാലയിലും വീഴുമെന്ന്. അത് പിന്നെ മീരെ, നീ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നീ കൊണ്ട് കൊടുക്ക്. അത് പിന്നെ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടടി. ഒരു ടെൻഷനും വേണ്ട, ഈ ശ്രുതിയല്ലേ നിന്റെ കൂടെ ഉള്ളത്, പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? നീ പോയിട്ട് വന്നേ, പെട്ടെന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അത് പാക്ക് ചെയ്തൊക്കെ നേരെ നമ്മുടെ മീര വിട്ടടിച്ച് എങ്ങോട്ടേക്കാണ്? ചന്ദ്രോദയത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. ചന്ദ്രോദയത്താണെങ്കിൽ ആഘോഷത്തിന്റെ ആഘോഷവും മേളവും ഒക്കെ. അങ്ങനെ കേക്ക് വരുന്നു, ഗിഫ്റ്റുകൾ വരുന്നു, എല്ലാം ഇങ്ങനെ കൊണ്ട് ഈ ടേബിളിലൊക്കെ വെച്ചു. ഇതിൽ കേക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തും വർഷയും, അടിപൊളി കേക്കാണല്ലോ സച്ചേട്ടാ, എന്റെ പൊന്നു രേവതി ചേച്ചി ഇത് എങ്ങനെ ഒപ്പിച്ചു? ഇതൊക്കെ ഒപ്പിച്ചു, ഇതൊക്കെ ഞങ്ങളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കും. രവീന്ദ്രൻ പറഞ്ഞു, ഇത് ഫംഗ്ഷൻ അവസാനിച്ചാലും നിങ്ങളുടെ ഡെക്കറേഷൻ തീരില്ലെന്നാണല്ലോ തോന്നുന്നത്. അത് പിന്നെ ബർത്ത്ഡേ അല്ലേ, ഒന്നിനും ഒരു കുറവാക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, കേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ കേക്ക് തന്നെയാ. അപ്പൊ നമ്മുടെ സുതി വന്ന ഉടനെ തന്നെ സച്ചി പറഞ്ഞു, ഇതെന്തു പറ്റി? നീ ഇത്രയും നേരം എവിടെയായിരുന്നു? നീ എന്തിനാടാ ഈ മുറി പോയി അടച്ച് ഇരിക്കുന്നത്? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അത് പിന്നെ നിങ്ങൾ ഇതുവരെ കേക്കൊന്നും മുറിച്ചില്ലേ എന്ന് സുതിയപ്പം പറഞ്ഞു. അതിന് അമ്മ വരണ്ടേ, പെട്ടെന്ന് മുറിക്ക്, ഇതെന്താ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് അത് കട്ട് ചെയ്ത് തിന്നാൻ വേണ്ടി വരുവാണ് നമ്മുടെ സുതി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ദേ തൊട്ടുന്നിട്ട് കഴിഞ്ഞാൻ വെട്ടും, നിന്റെ ഒരു തീറ്റ പണ്ടാരമേ, ഇത് അമ്മയ്ക്ക് കട്ട് ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞതല്ലേടാന്ന് പറഞ്ഞു. എന്നാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പതുക്കെ ബന്ധം മെല്ലെ മെല്ലെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, നമുക്ക് തുടങ്ങാല്ലേ എന്ന്. അപ്പൊ എല്ലാവരും തുടങ്ങാം. ഏതായാലും ഇവിടെ ഒരു ചെറിയ ഡ്രാമ കളിക്കുകയാണ് നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ ശ്രീകാന്തും വർഷയും കൂടെയൊക്കെ ചേർന്ന്. നമ്മുടെ ചന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ചന്ദ്ര വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ബാക്കിയെല്ലാം ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇവരങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. ഇവരങ്ങ് മാറി നിന്ന് ചന്ദ്ര വന്നപ്പോഴത്തേക്കും അവിടെ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ. അലങ്കാരപ്പണികളും ഒക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഫംഗ്ഷന്റേതായ ഒരു ഇതുണ്ട്, അലങ്കാരമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സച്ചിയില്ല, രേവതിയില്ല, വർഷയില്ല, ശ്രീകാന്തില്ല. അപ്പൊ വന്ന് ചോദിച്ചു, അവരെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അവര് പോയി. അല്ല, നീ ഇന്നത്തെ ദിവസമെങ്കിലും അവളെ ഒന്ന് വഴക്ക് പറയാതെ ഇരിക്കത്തില്ലായിരുന്നോ? ആരെ? രേവതിനെയോ? ഞാൻ വഴക്ക് പറഞ്ഞില്ല. വഴക്ക് പറഞ്ഞില്ലല്ലേ?
അടുക്കളയില് അവളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണു പൊട്ടിപ്പോയി. അതിന് നീ അവളെ വഴക്ക് പറഞ്ഞില്ലേ? അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയില്ലേ? ഇതെല്ലാം അവൾ എന്നോട് പറഞ്ഞു. കഷ്ടമുണ്ട്. ഇതൊക്കെ കേട്ട സച്ചിക്കും ദേഷ്യം വരില്ലേ? ഫംഗ്ഷനില് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി പോകാൻ ഇറങ്ങിയപ്പം ശ്രീകാന്ത് വർഷയും ഇറങ്ങി. രേവതിയെ പറഞ്ഞാലോ വർഷയ്ക്ക് സഹിക്കുവോ? ഇല്ലല്ലോ. ആ പിന്നെ മട്ടൻ ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുധി ഇറങ്ങിപ്പോയി. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം മാറി ഇത് കേൾക്കുന്നുണ്ടല്ലോ, ചിരിക്കാണ് കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ വല്ലാണ്ട് അങ്ങായിട്ടോ. ചന്ദ്ര പറഞ്ഞു, രേവതി കള്ളം പറഞ്ഞത്, ഇന്ന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല, രവിയേട്ടനാണേ സത്യം, ഞാൻ ഇന്ന് അവള് ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? അപ്പം അവളും കള്ളം പറയാൻ തുടങ്ങിയോ? അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാണ്ട് വിഷമമായിട്ടോ. എല്ലാവരും ആയിട്ട് ഒരുമിച്ച് ആഘോഷിക്കാന്നൊക്കെ ഓർത്തിരുന്നല്ലേ. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, ബാ എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. വേണ്ട രവിയേട്ടാ, ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കി അവര് വെറുതെ പിണങ്ങിപ്പോയില്ലേ. ഈ കേക്ക് മുറിക്കാൻ വേണ്ടി മാത്രമാണോ ഫംഗ്ഷൻ? എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടി അല്ലായിരുന്നോ? ഇന്നൊരു ദിവസം അവരിങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവരെ ചെയ്തത് മോശമായി പോയി. നീ സമയം കളയാതെ കേക്ക് മുറിക്കാൻ നോക്ക്, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. എനിക്ക് മനസ്സ് വരുന്നില്ല രവിയേട്ടാ, ഞാൻ പോവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും സുധിയും കൂടെ ഓടി വന്നു കേട്ടോ. ഓടി വന്നിട്ട്, അതെ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ പൊട്ടിക്കുന്ന പോപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ച് അവിടെ മൊത്തം ഇങ്ങനെ വർണ്ണക്കടലാസൊക്കെ വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ നോക്കിയപ്പോ ഇവരെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാം വെളിയിലേക്ക് വന്നു. ചന്ദ്രൻ ഞെട്ടിയും പോയി അതിന്റെ ഒച്ച കേട്ട്, സൗണ്ട് കേട്ടിട്ട്. അയ്യോ, ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാല് 500-ന്റെ വാൾട്ടിന്റെ ബൾബ് കത്തി ഒരു അവസ്ഥയായിരുന്നു ചന്ദ്രയ്ക്ക്. എന്നിട്ട് രവീന്ദ്രൻ പുറകിൽ ചെന്ന് എന്ത് ചെയ്തു, പുറകിലും ചെന്നിട്ട് ആ ഒരു പോപ്പെടുത്ത്, ആ ഒരു ബർത്ത്ഡേ പോപ്പെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വീണ്ടും പേടിച്ചു പോയിട്ടോ. ചന്ദ്രയ്ക്ക് പേടിയാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ പാടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ കേക്കൊക്കെ മുറിച്ച് ആഘോഷമാക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ വർഷം എന്ന് പറയാ, ഞാനാണെങ്കിൽ ഒരു ബെഡ് വെച്ചായിരുന്നു. ഞാനോർക്ക് രേവതി ചേച്ചി സച്ചേട്ടൻ ഇവിടെ ഇല്ല എന്താ വരുമ്പോഴത്തേക്കും സന്തോഷം ആവൂല്ലോ അമ്മയ്ക്ക്, ആന്റിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ സന്തോഷമാകും, അങ്ങനെയാണെങ്കിൽ എനിക്ക് 500 രൂപ തരണമെന്ന്. അപ്പോഴത്തേക്കും തിരിച്ച് രേവതി ചേച്ചി സച്ചേട്ടനും പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് വിഷമാവുന്നു. ഇപ്പൊ എന്റെ 500 രൂപ പോയി കിട്ടിയില്ലേ? ഞാനോർത്തു എന്നും ഇവിടെ നടക്കുന്നത് എങ്ങനെയാ, രേവതി ചേച്ചി സച്ചേട്ടനും ഇല്ലാതെ വരുമ്പോ ഇവിടെ സന്തോഷമല്ലേ. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നും അതായിരിക്കുന്നത്. അങ്ങനെ 500 രൂപ എന്റെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിനക്ക് അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും ഈ സമയത്ത് നമ്മുടെ സുധി, ഇതെന്നാ കോപ്രായത്തരമൊക്കെയാ കാണിക്കുന്നത്, വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. എന്റെ ഭാര്യ മാത്രം എന്റെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടിയാട്ടോ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് പല മുഖങ്ങളുണ്ട്, അതില് വേറൊരു മുഖമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പോഴത്തേക്ക് സുധി, നിങ്ങൾ ആ കേക്ക് ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് മെൽറ്റായി പോവില്ലേ, പെട്ടെന്ന് കട്ട് ചെയ്യ, ചുമ്മാ വെറുതെ ആയിട്ട് എനിക്ക് കാലി വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുധി. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഇതൊന്ന് കത്തിക്കട്ടേടാ, ഇതൊന്ന് കത്തിക്കാതെ എങ്ങനെയാ കട്ട് ചെയ്യുന്നത്? ഞാൻ ഇത് കത്തിക്കാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയി കത്തിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പരസ്പരം വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ മീര വെളി വരുന്നതും ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണുന്നതും കേട്ടോ. അപ്പൊ മീര കയറി അകത്തേക്ക് വരികയാണ്. അപ്പൊ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയിട്ടോ. ചന്ദ്രയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രീകാന്തും വർഷയൊക്കെ. അപ്പൊ മീര ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മുടെ രേവതി കണ്ടു. രേവതി പറഞ്ഞു, സച്ചേട്ടാ ദേ മീര വന്നേക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് മീര, എല്ലാവരും നോക്കിട്ടോ, എല്ലാവരും അപ്പൊ മീരനെ കണ്ടു. നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ചന്ദ്ര ഇവളെ ആരും ഇങ്ങോട്ട് വിളിച്ചത്, ഇവളോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മീരയ്ക്കങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. മീര എന്ത് പറയാനാ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നോട് ആരാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അയ്യോ, അത് പിന്നെ ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, ഹാപ്പി ബർത്ത്ഡേ ആന്റി എന്ന് പറഞ്ഞു. എവിടെന്ന്? ചന്ദ്രയുടെ മുഖം ഒന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ, വീർത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മീര പറഞ്ഞു, അത് പിന്നെ ആന്റി, ഞാൻ വന്നത് ആന്റിക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ആന്റിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്ക് സജ്ജ ചോദിച്ചു, അല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം ഒരു ബന്ധം എന്താ നീയും എന്റെ അമ്മയുമായിട്ടുള്ളത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പം നമ്മുടെ മീര പറയാണ്, ഇതേ ആന്റിക്ക് തരാൻ വേണ്ടി എന്റെ കയ്യിൽ വേറൊരാള് തന്നുവിട്ട ഗിഫ്റ്റാ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞ, അമ്മേ ചിലപ്പം എന്റെ ശ്രുതി ആയിരിക്കും കൊടുത്തു വിട്ടത്, അമ്മേ അത് മേടിക്ക്.
അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, അതെ ഇത് ശ്രുതിയാണോ തന്നു വിട്ടത്? ഇതാരാ തന്നു വിട്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് സർപ്രൈസ് തന്നെയാണ്, ആന്റി ഇത് മേടിക്കുക എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ശ്രുതിയാണ് കൊടുത്ത് വിട്ടതെങ്കിൽ മിക്കവാറും അതിനകത്ത് വല്ല ബോംബും ആയിരിക്കും, അതുകൊണ്ട് അതിവിടെ വേണ്ട, ഞങ്ങളെ എല്ലാരെയും കൊല്ലാനായിരിക്കും അവളുടെ പ്ലാൻ എന്ന്. അപ്പോഴത്തേക്ക് മീര പറഞ്ഞു, സച്ചി ചുമ്മാ ആളെ പേടിപ്പിക്കാതെ, ശ്രുതിയെ തന്നു വിട്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ രേവതി പറഞ്ഞു, അല്ല അവളല്ലാതെ വേറെ ആര് തന്നു വിടാനാ? പ്ലീസ് നിങ്ങളെല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്താതെ, നിങ്ങൾ ഇതൊന്ന് മേടിച്ച് തുറന്നു നോക്ക, അപ്പൊ അറിയാലോ. പ്ലീസ് ആന്റി, ആന്റി ഇത് ഒന്ന് മേടിക്ക്. ഞാൻ പറഞ്ഞല്ലോ മീരെ, ആര് തന്നു വിട്ടതാണെങ്കിലും എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ വേണ്ട, അത്ര തന്നെ ഉള്ളൂ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്തായാലും അവള് കൊണ്ടുവന്നതല്ലേ, ബർത്ത്ഡേ അല്ലേ ഇതിന്റെ, നീ അത് മേടിക്കുക. സച്ചി ചോദിച്ചു, അല്ല അത് വേണോ അച്ഛാ? അവക്ക് അവൾ അങ്ങനെ ബോംബോ ഒന്നും കൊടുത്തൊന്നും വിടത്തൊന്നും ഇല്ല. മാത്രമല്ല മീരേന് നമുക്ക് അടുത്തറിയാവുന്ന കുട്ടിയല്ലേ, അപ്പൊ പിന്നെ അത് മേടിക്ക്, ആര് കൊടുത്തു വിട്ടാലും എന്നതാണേലും മേടിക്കത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും മേടിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര എന്ത് ചെയ്തു, അത് മേടിക്കുവാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് മേടിക്കാൻ മനസ്സില്ലായിരുന്നു, പക്ഷെ സ്വർണ്ണം അതിനകത്തൊന്ന് അറിയുവാണെങ്കിൽ ചിലപ്പോൾ മേടിച്ചാനായിട്ട്, ഇപ്പൊ എന്താന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ മേടിക്കാൻ മനസ്സില്ലാതെ ആ ഇത് മേടിക്കുക. ഏതായാലും ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് മീര അങ്ങ് പോയല്ലോ. അപ്പം ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കാൻ വേണ്ടി എല്ലാവരും നിർബന്ധിക്കുക ചന്ദ്രയ്ക്ക് തുറന്നു നോക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എന്ത് ചെയ്തു, എല്ലാവരും തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് സ്വർണം. സാധാരണ നമ്മുടെ ചന്ദ്രയുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്നതല്ലേ സ്വർണം കിട്ടുമ്പോൾ, ഇത് മുഖഭാവങ്ങളൊന്നും മാറുന്നില്ല കേട്ടോ. ചന്ദ്രയ്ക്ക് ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുക. ചന്ദ്രയ്ക്ക് സ്വർണം കണ്ടതിന്റെ ആ ഒരു മഞ്ഞളിപ്പൊന്നും വന്നില്ല. അതിനകത്തൊരു ലെറ്ററും ഉണ്ട്. ലെറ്റർ കണ്ട ഉടനെ തന്നെ അത് കയ്യിലെടുത്തു. അപ്പോഴത്തേക്ക് സുധി, ദേ അമ്മ ഇതെന്താ സ്വർണ്ണമാണല്ലോ, എനിക്കറിയായിരുന്നു അവള് മാത്രമേ അമ്മയ്ക്ക് സ്വർണം മേടിച്ചു തരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവളുടെ ഒരു സ്വർണം എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഏറെറിയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ആ ഒരു ലെറ്റർ ചാടി. അപ്പൊ നമ്മുടെ സുധി എടുത്തു കേട്ടോ ആ ലെറ്റർ. സുധി എടുത്തിട്ട് ആ ലെറ്റർ വായിക്കാനും തുടങ്ങി. അതിനകത്ത് എഴുതിയേക്കുന്നത് വേറൊന്നുമല്ല, ആന്റിക്ക് ഞാൻ കൊടുത്തു വിട്ട ഗിഫ്റ്റ് ആന്റിക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ പിന്നെ ആന്റിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം എനിക്ക് നഷ്ടമായത് വീടൊന്നും അല്ല, എനിക്ക് ഒരമ്മേനെയാ നഷ്ടമായത് എന്ന്. ഇത് കേട്ടതും കലി വരികയാണ് കേട്ടോ സച്ചിക്കും രേവതിക്കും. പിന്നെ നമ്മുടെ ശ്രുതി എഴുതി വെച്ചിരിക്കുന്നത്, എന്റെ സ്വന്തം അമ്മയാണ്, എനിക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, അത് സത്യമാണ് ആന്റി, തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എല്ലാം എന്നോട് പൊറുക്കണം, ഇനി ഞാൻ ഇത് ഒരിക്കലും ആവർത്തിക്കില്ല എന്നൊക്കെ. ഇത് വീണ്ടും കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. ഇനി എപ്പോഴേലും മനസ്സ് മാറുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ലെറ്റർ ഫുൾ ആയിട്ട് നാളെ വായിച്ച് തീരത്തുള്ളൂ. ഇപ്പൊ നാളെ കാണാം. ടാറ്റ ബൈ ബൈ. നാളെ അല്ല ഇന്ന് വൈകിട്ട് കാണാം പ്രമേയമായിട്ട്. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.